ആ കപ്പയാരോട്ടുള്ള കൂട്ടത്ര നല്ലതിനല്ലേ പറഞ്ഞേക്കാം. എന്ത് കൂട്ട്? അയാള് ചുമ്മാ ചുമ്മാ തന്നാന്ന് കരുതി കിട്ടിയതൊക്കെ വലിച്ചവര് തിന്നണോ? ആഹാ, അത് ശരി. അപ്പൊ കുടിയുണ്ടല്ലേ? ജോസൂട്ടിക്ക് ഇങ്ങനത്തെ കുരുത്തക്കേടൊന്നും ഇല്ലാത്തതേ ഭാഗ്യം. ആരുടെ ഭാഗ്യം? അവൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഭാഗ്യം. അതിന് നിനക്കെന്ത് കാര്യം? കട്ടിപ്പൂടി കട്ടിപ്പൂടിടാ കണ്ണാല കണ്ടപടി കട്ടിപ്പൊടിയിടാ. ലൈക്ക് ആ 1 ആ 4 ആ 3 എടി ഹേമേ, എന്നാ പിന്നെ ആ പീതാംബരന്റെ കള്ള് ഷാപ്പൂടെ ചെന്ന് അടിച്ചു വാരി കൊടുക്കടി. ഓസിന് കഴിക്കുന്നവർ കുറവായതുകൊണ്ട് അവിടെ ഇത്രയും വൃത്തികേട് കാണുകയല്ല. നിന്റെ പേരെന്താടി കൊച്ചാ പറഞ്ഞത്? താൻ പോടോ. അവിടെ നിക്കാലോ. പൈലിയെ കയറി ഇടോപോടോ എന്നൊക്കെ വിളിക്കാനുള്ള പ്രായം അമ്മച്ചിക്ക് ആയെന്നറിയാം. കൊപ്പിയർട്ട് വേണം കൊടുക്കാൻ. ആൻഡം പൈലിക്ക് തോണ്ടാൻ പറ്റിയൊരു ചാലക്ക്. വെറുതെ അല്ലടി വയസ്സ് 10-24 നീ ഇങ്ങനെ കെട്ടാമങ്കയായിട്ട് നിന്ന് പോയത്. ഞാനേ ഇവിടെ ചേട്ടനാ. എന്റെ അനിയൻ കെട്ടാൻ പോകുന്ന പെണ്ണാ ഇവള്. ഇവിടെയും ജോസൂട്ടിനും കല്യാണം നടത്താൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. ചേട്ടന്റെ മുറി അനിയന്റെ പെമ്പിള അടിച്ചു വാരിന്ന് വെച്ച് ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോണില്ലടി ഇവിടക്കെ. കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങളെ ഈരാട്ടുപേട്ടയിലോട്ട് കെട്ടിച്ചു വിട്ട അവളുമാര് പിന്നെ പാലാതി രൂപതയുടെ സ്വത്താ. ഞങ്ങളുടെ മെത്രാച്ചന്റെ കീഴിലുള്ള പെമ്പിളമാർക്ക് ചില കുടുംബ മര്യാദകളൊക്കെ ഉണ്ട്. അവരുടെ വേണ്ടി വെച്ചുവിളമ്പലും പെറിയിലും പള്ളിപ്പോക്കും മാത്രമല്ല, അവര് ഛർദിലും കോരും, കള്ളൊഴിച്ചു കൊടുക്കും, ബീഡി കത്തിക്കും, പ്രായമായ അപ്പനമ്മയെ നോക്കും. നോമ്പ് വിടലിന് പാതിരാ കുർബാന കഴിഞ്ഞ് വന്ന് ആമ്പ്രന്നോന്റെ കൂടെ ഒതുക്കത്തി രണ്ടെണ്ണം അടിച്ചെന്നും വരും. മനസ്സിലായോ? അതുകൊണ്ട് നോക്കിയും കണ്ടു ഒതുങ്ങിയും ബഹുമാനിച്ച് നിന്നോണം. ഇല്ലെങ്കിലേ നീ പെറും. കേട്ടല്ലോ? ഇനി എന്റെ കൂടെ ജോലിക്കും. ചേച്ചിക്ക് വലിയ വിഷമായി. അത് വെറും പാവാ. അതിന് ഞാനൊന്നും പറഞ്ഞില്ല എന്റെ കൊച്ചെ. ഇക്കണക്കിന് മനസ്സറിഞ്ഞ് പൈല് വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഈ പോണ പോക്ക് നേരെ മടത്തി പോയി ചേർന്നല്ലോ. നീ പോ. എന്താ കൊറേ നേരമായാലോ താൻ മര്യാദക്ക് ഇരിക്കട്ടോ? എന്തോ കൊറേ നേരം ഇവന്മാര് ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. നിന്റെയൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരൊന്നും ഇല്ലേ? ഇല്ല, അവരൊക്കെ ഒരു കല്യാണത്തിന് പോയിരിക്കാ. നമുക്ക് വീട്ടിലേക്ക് പോയാലോ? നാറി. സിനിമ കാണാൻ വന്നാണെ കണ്ടേ ചൊണിച്ചു പോടാ. പിന്നെ ഞങ്ങളും ടിക്കറ്റ് എടുത്തിട്ട് തന്നെയാ ഏട്ടാ ഇതിന്റെ അകത്ത് കയറിയത്. ഓ, നീ പറഞ്ഞ പോലെ ഒരെണ്ണം ഞാനും മേടിച്ച് വെച്ചിട്ടുണ്ട്. ആ തുളയെന്ന് കയറി തരുന്നതേ സിനിമ കാണാനുള്ള ടിക്കറ്റാ, അല്ല അതിനകത്തിരിക്കുന്ന പെമ്പിളരെ കയറി പിടിക്കാനുള്ള ലൈസൻസ് അല്ല. താൻ തന്നെ കാര്യം നോക്കണോ? അതേടാ, ഇത് എന്റെ കാര്യം കൂടിയാ. ഇരിക്കണോ അവിടെ? പോരെ. മനുഷ്യനെ മര്യാദയ്ക്ക് സിനിമ കാണാൻ സമ്മതിക്കലെന്ന് വെച്ചാൽ ഒരു മുഴുത്ത പടം. എന്നാലും പൈൽ വെച്ച് നല്ല പണിയാ കാണിച്ചത്. ഒറ്റ ടിക്കറ്റിന് ധർമ്മേന്ദ്രയുടെ പടം ഷക്കീലയുടെ പടം ഒരുമിച്ച് കാണായിരുന്നു. അത് നശിപ്പിച്ചില്ലേ? അയ്യോടിയേ, നമ്മുടെ വണ്ടി എന്തേ? മോട്ടോർ സൈക്കിൾ എന്ത് നോക്കുവാടാ? പടം കഴിച്ചിട്ട് തരാം. ഞങ്ങളെ കുറച്ച് പേരെ ഡ്രൈവിംഗ് പഠിച്ചിട്ടിരിക്കുക. ബോംബെ അധോലോകത്തെ കിടകിട വിറപ്പിച്ച ഫാന്റം ബൈലിയുടെ തന്നെ വേണം ഇല്ലടാ നിനക്കൊക്കെ ഡ്രൈവിംഗ് പഠിക്കാൻ. ഞാൻ വിടുകല. അപ്പോഴേ സാറേ, ഈ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന സാർ ആരാന്ന് സാറിന് അറിയാവോ സാറേ? വന്ന് കാണിച്ചാടാ. അങ്ങനെ ഒരു സാർ ആരാണെന്ന് എനിക്കും കൂടി അറിയണമല്ല. ചവിട്ടി അവന്റെ അടിതാവ് ഞാൻ കലക്കും. പൈല് വെച്ചപ്പോ ഞാനില്ലേ കൂടാ. എവിടെയാണ് അവൻ? പ്രാഞ്ചി. ആരെ? ഇറച്ചി പ്രാഞ്ചി പരോളിൽ ഇറങ്ങിയതാ. ഞാൻ ഒന്ന് പോയിട്ട് വരാം.
ഏയ്! ഉം. ഉം. ആശാൻ എപ്പോന്ന് ആശാനെ? ഞാൻ പോയ ഗ്യാപ്പില് നിനക്ക് പുതിയൊരു ആശാനെ കിട്ടിയെന്ന് കേട്ടല്ലോടാ. ആശാന ഇവനാ? എനിക്കൊരൊറ്റ ആശാനേ ഉള്ളൂ. അത് ദേ ഇരിക്കുന്ന പ്രാഞ്ചി ആശാന. അബദ്ധം പറ്റിപ്പോയി. ആശാന്റെ പിള്ളേരാണെന്ന് അറിഞ്ഞില്ല. ഇവൻ ഈ നാട്ടുകാരനല്ല വരുത്തനാ. ഒരു തവണത്തേക്കൊന്ന് ക്ഷമിച്ച് മാപ്പാക്കണം. എന്നെ നാട്ടിക്കരുത്. ദേ, ഞാൻ കണ്ടോളാം. ഇപ്പൊ ആശാനൊന്ന് കണ്ണടച്ചാ ദേവസിക്ക് അതൊരു വെയിറ്റ് ആയിരിക്കും. പ്ലീസ് ദേ, ഞാൻ പിന്നെ ഒന്ന് കണ്ടോളാം. എടാ വരുത്ത, ആ ദേവസ് പറഞ്ഞോണ്ട് തൽക്കാലം നീ ഇത് കൊണ്ടുപോക്കോ. ഓ, പക്ഷേ എന്റെ പിള്ളേരെ നീ ഒന്ന് ഇക്കിളിയാക്കിയതിന് ഒരു ചെറിയ ശിക്ഷ. അവരുടെ മുമ്പില് 101 സ്റ്റൈല് മേത്ത വിട്ടിട്ട് മോട്ടോർ സൈക്കിൾ എടുത്തോ. ചോദിക്കുമ്പോ ഇനിയും തരണം. ഏറ്റവും തേച്ചു വേണോ? ഞാൻ കുറച്ചൊന്ന് കുറച്ചിരുന്നേ കൊള്ളാമായിരുന്നു. കൈ ഒടിഞ്ഞിരിക്കുവാന്നേ, അതുകൊണ്ടാ. ആ എണ്ണം കുറയ്ക്കണം അല്ലേ? പറ. Oh!